5.5 ലക്ഷം പേരാണ് SSLC കഴിഞ്ഞ് ഓരോ വർഷം പുറത്തിറങ്ങുന്നത്. ഹൃദയുണ്ടെങ്കിൽ അത്രയും തന്നെ കുട്ടികളാണ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അപ്പൊ എത്രയും 10 ലക്ഷം പേര് ഒരു വർഷം പുറത്തിറങ്ങുന്ന ആളുകളാണ്. മറ്റ് ഡിഗ്രികളൊക്കെ വേറെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർക്കൊക്കെ സർക്കാർ ജോലി കൊടുക്കും? ഇത്രയും ചരിത്രം ഞാൻ ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാൻ കിട്ടിയിട്ടില്ല അല്ലെ. വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകൾക്ക് കിട്ടും. ഇപ്പൊ കിട്ടിയവരൊക്കെ ആണെങ്കിലോ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നിങ്ങളിപ്പോ ഈ അടുത്ത കോറോ ഹെൽത്ത് എന്തൊരു കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കേട്ടല്ലേ പിരിച്ചു വിട്ടത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് എവിടെ ജോലി കിട്ടാനാ? ഭാവിയിലും ഡയസെല്ലിംഗ് തന്നെ ഇവിടെ കമ്പനി, അല്ലാതെ ഒന്നും ഒരു സ്ഥലത്ത് പോലും വരാരും നിങ്ങളുടെ മുമ്പിൽ വരും. ഒറ്റ കാര്യം പറയട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്നാണ് എന്റെ അറിവ്. 2 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇവിടെ എല്ലാം ലീഡേഴ്സ് അറിയാൻ പറ്റും എന്തെന്നാണ് എന്റെ അറിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം വരെ ഈ ബിസിനസ് ചെയ്യും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചെയ്താലെന്താ? ആരെ കളിയാക്കാൻ പറ്റാ? സ്റ്റാൻഡേർഡ് ആണ് ബിസിനസ്. വരാൻ പോണേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 2030 കഴിയട്ടെ. ഇപ്പൊ നമുക്ക് 100-150 പ്രോഡക്റ്റ് ഉള്ളൂ. ഈ വർഷം 50ഓളം പ്രോഡക്റ്റ് പുതിയത് വരുന്നുണ്ട് അല്ലെ. 150ഓളം പ്രോഡക്റ്റ്, 1000 പ്രോഡക്റ്റിലേക്ക് വരാൻ പോണ കമ്പനി. ആ ഒരു അവസരമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ. അതേ ഉപ്പോട്ട് കർപ്പൂരം വരെ. ഇപ്പോഴും എന്റെ മുമ്പിൽ ഈ അലനല്ലൂര്, വെട്ടത്തൂര്, മലപ്പുറം ബോർഡറാണ് ഇതൊക്കെ, അല്ലെങ്കിൽ പാലക്കാട് ബോർഡറാണ്. ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് എനിക്കറിയാവുന്ന 4-5 കമ്പനികൾ ഇപ്പോഴും മണീഷ്യൻ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയാ, അത് ഇപ്പൊ പണ്ടത്തെ പോലെ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ആർക്കും. ഓപ്പൺ ആയിട്ട് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒളിച്ചും പാത്ത് മണീഷ്യൻ കൺസെപ്റ്റ് ഇവിടെ നടക്കുന്നുള്ളൂ. നമ്മുടെ മുമ്പിലൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പേടിയാണ് എല്ലാവർക്കും. കാരണം എന്തുകൊണ്ടാ? ഇന്ന് നിയമമായി അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. കരിമ്പട്ടിയപ്പെടുത്തുമെന്നുള്ളതും പിന്നെ ബഡ്സ് ആക്ട് ഒക്കെ വന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞാൻ ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് മണീഷ്യൻ ഉണ്ടെങ്കിലും ഈ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ അറിയാലോ അന്നില്ല. ഈ പറഞ്ഞ തത്തുല്യമായ പ്രോഡക്റ്റ് ഇല്ല. ഉള്ള സമയത്ത് അന്നൊരു നിയമമുണ്ട് കേന്ദ്ര സർക്കാർ. ഈ മണീഷ്യൻ കമ്പനികൾ പറയുന്ന ഞാനൊക്കെ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നൊരു നിയമമുണ്ട്, പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലർ സ്കീംസ് ബാനിങ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട്. 1978 കൊണ്ടുവന്ന മണീഷ്യനെതിരെ. അത് അന്ന് ആ നിയമം ഉണ്ടെങ്കിൽ ഇതൊന്നും ആരും അത്ര സീരിയസ് ആയിട്ട് പാലിക്കാറില്ല. എന്ന് വെച്ചാൽ അന്ന് ഗവൺമെന്റ് പോലീസ് ആരും ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അതിങ്ങനെ നടക്കും, പൊളിഞ്ഞു പോവും. അങ്ങനെയുള്ള അന്നും 1000 കോടി കളക്ട് ചെയ്ത കമ്പനികൾ എനിക്കറിയാം എറണാകുളത്ത്. ആ കമ്പനിയുടെ പേര് വരെ ഇന്നും എനിക്കറിയാം. അപ്പൊ ആ രീതിയിൽ ഒന്നിട്ടാൽ 10 കിട്ടുമെന്നും പറഞ്ഞ അന്ന് തൊട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. അതിനു മുന്നേ നിങ്ങൾക്കറിയാം 87 മുമ്പ് അല്ലെ, 87 മുമ്പുള്ള ആട് തേക്കിയും മാഞ്ചിയും പോലുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങിയാണ് ശരിക്കും. അന്നാണ് ശരിക്കും മണീഷ്യൻ സിസ്റ്റം തുടങ്ങുന്നത്, ആ കാലഘട്ടത്താണ്. പക്ഷെ അന്ന് ജനങ്ങൾക്ക് അറിയില്ല. നമ്മളെ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ കുറെ തേക്കും മരങ്ങൾ നട്ടിട്ട് അതെല്ലാം കാണിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ആട് ഫാം കാണിച്ചു തന്നിട്ട് ലക്ഷങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത അന്നത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതില് പന്ത് വർക്ക് ചെയ്ത ആളൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഇന്നും അറിയാം. തകർന്നുപോയി. അപ്പൊ ചില ഏരിയയിലൊക്കെ അവരും ചെല്ലാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് ഈ നിയമം എന്ന് അന്നൊന്നും സ്ട്രോങ് അല്ല. നിങ്ങൾക്കറിയാം അതിനുശേഷം ഇങ്ങനെ ഈ രീതിയിൽ വന്നു. ഒരു ലോക്സഭയിൽ ഒരു ഡിസ്കഷൻ നടന്നൊരു കാലഘട്ടമുണ്ട്. ഇതൊക്കെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ലോക്സഭയിൽ 2002 എന്റെ ഓർമ്മ. 2002 ഒരു ഡിസ്കഷൻ നടന്നു. എന്താണെന്ന് അറിയോ? മണി ചെയിൻ കമ്പനികൾക്ക് ഒരു ഡിസ്കഷൻ നടന്ന ഏതൊരു മന്ത്രിയുടെ ചോദ്യത്തിന് അതിന്റെ ഒരു അന്നത്തെ പേപ്പർ കട്ടിങ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. എന്നാലും ഈ 2002 അന്ന് ഡിസ്കഷൻ നടന്ന അതിന്റെ പേപ്പർ കട്ടിങ് ഇന്നും എന്റെ ഫയലിൽ എവിടെ കാണണം. ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ എന്താ വെച്ചാൽ നാളെ ഒരിക്കല് അല്ലെ ഇതൊക്കെ ഞാൻ നുണ പറഞ്ഞെന്ന് അല്ലെ ചോദിക്കുന്ന ആളുണ്ടായി. സൽമാൻ നുണ പറഞ്ഞ അങ്ങനെ നമ്മളെ പുച്ഛിക്കുന്ന ഒരാളുണ്ട്. അവരൊക്കെ ഒന്ന് എവിഡൻസിന് വേണ്ടി അല്ലെ, ഒരു തെളിവിന് വേണ്ടി എടുത്തു വെച്ചേക്കണം. അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് നമുക്ക് തെളിവൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നിയമമായി, എല്ലാവർക്കും അറിയാം. അന്ന് പറഞ്ഞ പോലെ 100 പേരോട് പറഞ്ഞ 2 പേരെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിലേക്ക്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 10 പേരോട് പറഞ്ഞാൽ ഉറപ്പാണ്, നമുക്കറിയാം. അല്ലെങ്കിൽ 10 പേരും ചിലപ്പോ ഇന്ന് ബിസിനസ് ചെയ്യും, നമുക്കറിയാം. ആ കാലഘട്ടം പറയാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മള് വായ്മൊഴിയാണ് ഏറ്റവും വലിയ പരസ്യം, അത് പറയാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ നിയമം സ്ട്രോങ് അല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ എന്റെ ഈ ഫ്രണ്ട്സിനെല്ലാം കണ്ടു പഠിച്ചു വന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് ഒരുപാട് കമ്പനികൾ, പല കമ്പനികൾ ഇന്ന് അന്ന് അതിനുശേഷം ഒരു 25 കൊല്ലം മുമ്പ് വന്ന കമ്പനികൾ എനിക്കിപ്പോഴും അറിയാം. 25 കൊല്ലം മുന്നേ ആ കമ്പനികളൊക്കെ ഇന്ന് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ലോക്സഭയിൽ ഡിസ്കഷൻ നടന്ന കാര്യത്തിൽ ഒരിട്ട കാര്യം പറഞ്ഞിട്ടുള്ളൂ. മിനിസ്റ്റർ ചോദ്യത്തിന് മറുപടി കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രോഡക്റ്റ് ഉള്ള കമ്പനികൾ ഇവിടെ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആ കട്ടിങ്ങിൽ ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിലുണ്ട്. പ്രോഡക്റ്റ് അന്ന് 2002 ആ ഡിസ്കഷനിൽ അന്ന് ലോക്സഭയിൽ മറുപടി വന്നതാണ്. മണി ചെയിൻ ഇവിടെ നിരോധിച്ചിട്ടുള്ളതാണ് അന്ന് പറഞ്ഞത്. പ്രൈസ് ആൻഡ് മണി സെലക്ഷൻ സ്കീംസ് ബാനിങ് ആക്ട് പ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ് അന്ന് ഡിസ്കഷൻ കഴിഞ്ഞ കാര്യം നമുക്കറിയാം. അപ്പൊ അതൊരു മറുപടി കൊടുത്തു അങ്ങനെ പോയി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു. ഇവിടെ ഒരുപാട് വന്നുപോയി, കുറെ ആളുകളെ പറ്റിച്ചു, അങ്ങനെയുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2002 ശേഷം ആണെങ്കിലും എത്രയോ കമ്പനികൾ അല്ലേ, 10-20 വർഷം മുന്നേ തന്നെ ഓർമ്മയുണ്ട്. പല കമ്പനികളും വന്ന് 1000 കോടി 500 കോടി കളക്ട് ചെയ്തു പോയ കാലഘട്ടം. ഓക്കെ, ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്താണ് മാഡം പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും MLM ചെയ്തുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മറ്റു മേഖലയിലായിരുന്നു, ഇൻഷുറൻസ് മേഖലയിൽ, ട്രഡീഷണൽ മേഖലയിലായിരുന്നു. പക്ഷെ ഒരുപാട് കമ്പനികൾ പഠിച്ചു. ഇന്ത്യയിലെ ഏതൊക്കെ കമ്പനികൾ വന്നിട്ടുണ്ടോ ഏകദേശം നല്ല ഒരു വിദേശ കമ്പനി ഉൾപ്പെടെ കേട്ടോ. വിദേശ കമ്പനിയിൽ അന്ന് തന്നെ എൻ്റെ അറിവില് 2, 4, ഒരു 6 ഉണ്ട്. അന്ന് എൻ്റെ ഓർമ്മയിൽ മിനിമം ഒരു 6 അന്നത്തെ കാലത്തുണ്ട്. അതില് ഇപ്പോഴും എറണാകുളം വൈറ്റിലയില് ഓഫീസുള്ള കമ്പനി ഇപ്പോഴും ഉണ്ട്. അതിലൊരു കമ്പനി ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസ് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പറ്റിയതാണ്. ആളുകൾക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പറ്റുന്നവർ ചാടും. നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഞാൻ ഈ ഇത് സ്റ്റഡി ചെയ്ത് എടുക്കുന്നത് ഈ മണ്ണാർക്കാട്, എറണാകുളത്ത് മണ്ണാർക്കാട് എന്റെ വൈഫ് ഹൗസിൽ ഇങ്ങനെ ഇവിടെ വന്ന് സെറ്റിൽ ആയതിനു ശേഷമാണ് ഞാൻ MA ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത്. ഏകദേശം ഒരു 6 വർഷം മുന്നേ പഠിച്ച എന്താണ് MA ലൈഫ്. പഠിക്കാൻ പോയ സമയത്ത് ഞാൻ അത് അതിലേക്ക് ശരിയാണ് പറയാൻ പോയാൽ പോലെ ഇപ്പൊ എന്തെങ്കിലും തീരില്ല, പഴയ ചരിത്രത്തിൽ എന്തെങ്കിലും തീരില്ല, അത്രേ ഉണ്ട് പറയാൻ. ഇവിടെ ആ ഒരു കാലഘട്ടത്ത് MLM കഴിഞ്ഞ് ഇന്ന് നമുക്കറിയാം, ഇന്ന് നിയമമായി. ഇന്നിവിടെ എന്താ പറയാ, കേരള സർക്കാർ നമ്മൾ അംഗീകരിച്ചു അല്ലേ. മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അത് അംഗീകരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മറ്റ് കമ്പനികൾ, ഇപ്പൊ മന്ത്രി പറഞ്ഞ കാര്യം ഇപ്പോഴും തിരുവനന്തപുരത്ത് അദ്ദേഹം മന്ത്രി പറഞ്ഞ കാര്യം, മണി ചെയിൻ കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇതേപോലുള്ള മണി മാത്രം റൊട്ടേഷന്റെ കമ്പനികളെ കരിമ്പട്ടികപ്പെടുത്തുന്ന അദ്ദേഹം. അപ്പൊ ഇതിനുള്ള ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വരാൻ പോണേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും എന്നാലും ഇതിന്റെ ഇടയിൽ കൂടി ഒളിച്ചും പാത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തന്ന ഇതിന്റെ സാരം. അതാണ് ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. MI ലൈഫ് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ കൊണ്ടുവന്നൊരു വ്യക്തിയുണ്ടല്ലോ, അത് അവരിൽ നിന്നൊരു പഠിച്ചെടുക്കാതെ അവരെന്താണോ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്യാം. വിജയിക്കാനുള്ള ഒരൊറ്റ മാർഗം അതാണ്. അതായത് മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ എന്താ പറയാ, നോ പെയിൻ നോ ഗെയിൻ എന്നാണ് അല്ലെ. ഒന്ന് വേദന അനുഭവിച്ചിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ടും അല്ലെ. ഇപ്പൊ കളിയാക്കലും പ്രതിസന്ധിയും മറ്റും ഇപ്പൊ ഞാനും അനുഭവിച്ചാണ് കുറെ. ഒരു 6 വർഷം മുമ്പേ ഞാനൊന്ന് തുടങ്ങി വെച്ച ആളാണ്. പക്ഷെ 3 വർഷമായിട്ടും ഫുൾ ടൈം ജോലി പോലെ തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അന്ന് ഇതുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കളിയാക്കലുകളും ഇവൻ ആരാ ഡോക്ടറാണോ എന്ന് ചോദിച്ചൊരു കാലഘട്ടം അന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്താണ് മരുന്ന് കച്ചവടം ചെയ്യാൻ ഞാൻ ഡോക്ടറാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോ എന്താണ് MI ലൈഫിന്റെ പ്രോഡക്റ്റ് എന്നും ഇത് മരുന്നല്ല ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിലാണെന്നുള്ളത് ജനങ്ങൾക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. എന്താ പേടിയാണ് ആൾക്ക്. ഇത് ഇതിന്റെ ബോട്ടിലെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മരുന്ന് പോലെ തന്നെ നമ്മള് അല്ലേ തോന്നുള്ളൂ. ഇന്ന് രാവിലെ ഇപ്പൊ മരുന്നെല്ലാം ഏറ്റവും തെളിവാണ്. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോ എനിക്ക് ചെറിയ ചുമയുണ്ട്. ഞാൻ ഇന്ന് കഫ് സിറപ്പ് പൊട്ടിച്ച് കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അല്ലെ ഇത് അതേസമയം മരുന്നാണെങ്കിൽ ഞാനിത് ഡോക്ടറോട് ചോദിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണം. ഇതാണ് നിങ്ങൾ ഒരു സത്യാവസ്ഥ MI ലൈഫിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനുശേഷം നിയമം വന്നു. തത്തുല്യമായ 5000 മേടിച്ചാൽ തത്തുല്യമായ പ്രോഡക്റ്റ് കൊടുക്കണമെന്ന് നിയമം വന്നു. നമുക്കറിയാം. അത് വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയുടെ ഉള്ളിൽ ഇപ്പൊ വരുന്ന കമ്പനികൾ പഴയ പല പ്ലാനുകളിലായിട്ട് വരുന്നുള്ളത് നമ്മൾ പഠിക്കുക. എന്താണ് പ്രോഡക്റ്റ്, എന്താണ് അതിന്റെ ബിസിനസ് പ്ലാൻ, കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പഠിക്കാതെ നമ്മൾ ചെയ്യരുത്. അത് ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം, ഗ്യാരണ്ടി തരാം. കണ്ണുടച്ച് വിശ്വസിക്കാവുന്ന ഇന്ന് ഇന്ത്യയിൽ ഉറപ്പുള്ള, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലുള്ളൂ. അത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പറയുന്നു. ഒരു സംശയമില്ല. ഇത് നിങ്ങൾ എത്ര പേര് ഉൾക്കൊള്ളുന്നു അതായിരിക്കുള്ളൂ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കണം. ഇവിടെ നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ, ഫീൽഡിലാണല്ലോ നമുക്ക് പണിയിരിക്കണം. ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കളിയാക്കാനും കുറ്റം പറയാനും ഇപ്പോഴും ആളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ
പണ്ടത്തെ എനിക്കിപ്പോഴുള്ള എന്റെ ഒരു പണ്ടത്തെ 6 വർഷം മുമ്പുള്ള ആ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് മാറി. ഇന്ന് സ്മൂത്ത് ആണ് ഫീൽഡ്. ഞാൻ ഇന്നലെ കൂടെ ഫീൽഡിലുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ എന്താ പറയാ 1-to-1 ഡോർ ടു ഡോർ എന്നുള്ളതിൽ ഞാൻ ഇന്നലെയും MA ലൈഫ് പറഞ്ഞ ആളാണ്. അല്ലെങ്കിൽ ഞാൻ സീനിയർ ആണ്, ഞാൻ റാങ്ക് അടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ആ ഒരു വലിയ ഭാവം ഒന്നും കാണിച്ച് ഇരിക്കാറില്ല. ഇപ്പോഴും ഒരാളെ പരിചയപ്പെട്ടിട്ട് MA ലൈഫ് പറയാൻ ചങ്കൂറ്റുണ്ടാവും. അങ്ങനെ വേണം. ഒരാളെയും പരിചയമില്ല, പക്ഷെ അയാൾ നേരിട്ട് പരിചയപ്പെട്ടിട്ട് ബിസിനസ് പറയാൻ, നമ്മുടെ MA ലൈഫിനെ കുറിച്ച് പറയാൻ അത്രയും ചങ്കൂറ്റം കാണിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ പറ്റിക്കണ വഞ്ചിക്കണ ഇല്ലെന്നുള്ള ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവും. പുതിയ ആളോടാണ് എനിക്ക് പറയാനുള്ള. ഇവിടെ നമുക്കറിയാം 12 വർഷമായ ഒരു കമ്പനിയാണ് നമ്മളുടെ, അല്ലെ? 12 വർഷം കഴിയുന്നു. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി MA ലൈഫ് സ്റ്റൈൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യം നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. പഠിക്കണം. പുതിയ ആളിന് പഠിക്കാൻ തയ്യാറാകുക. ഈ പഠിക്കണം എങ്ങനെ? നമ്മളെ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്തായാലും നമുക്കുണ്ട്. ഇത് ഈ വഴിയൊരു മാർഗം കാണിച്ചു തന്ന. ഇപ്പൊ എന്നെ ഈ മാർഗം കാണിച്ചു തന്നൊരു വ്യക്തി എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഞാൻ എന്റെ ആ ഒരു ഇത് പറഞ്ഞുതരാം, ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം പേര് പറയുന്നില്ല. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ളതാണ്. എന്റെ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ് വീട്. 4-5 കിലോമീറ്റർ ഉള്ളൂ. ഇദ്ദേഹമാണ് സൽമാനിക്ക ഇങ്ങനെ ഒരു പരിപാടി. ഈ നാട്ടിൽ വന്ന് ഞാൻ സെറ്റിൽ ആയതിനു ശേഷം എന്നിട്ട് പറഞ്ഞാണ്, സൽമാനിക്ക ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, സൽമാനിക്കൊന്ന് പഠിക്കുക. അപ്പൊ എന്താ അദ്ദേഹം പറയാൻ കാര്യം, എനിക്ക് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടല്ല. അദ്ദേഹം എന്നോട്, അപ്പൊ ഇദ്ദേഹം ട്രാവൽ സ്പീഡിലാണ്. ഇദ്ദേഹം പറഞ്ഞ, സൽമാനിക്ക് ഇതൊന്ന് പോയി പഠിച്ചു നോക്കുന്നു പറഞ്ഞു. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ വന്ന് സെറ്റിൽ ആയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂണിഫോം ഫീൽഡിൽ ട്രഡീഷണൽ മാർക്കറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, ഞാൻ പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആയുർവേദം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് താല്പര്യം വന്നിട്ട്, അല്ലാതെ പണ്ട് എറണാകുളത്ത് കണ്ട പോലുള്ള കൺസെപ്റ്റ് അല്ല. അദ്ദേഹം പറഞ്ഞത് ആയുർവേദം കൊണ്ട് സൽമാനിക്കാന്ന് പറഞ്ഞു, ഒന്ന് പഠിച്ചു പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന് നെറ്റ്വർക്ക് ABC അറിയാത്ത ആളാണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞാണ്. ഇദ്ദേഹം പറയുന്ന എവിടെ വെച്ചാന്ന് പറയും, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒരു PUC വെച്ചാണ് പറഞ്ഞു. ഞാനാണ് ഒരു കമ്പനിയുടെ പേര് എടുത്ത് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞതല്ലോ, ഇനി ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ കേൾക്കുന്നവർക്ക്, അല്ലേ? അപ്പോ അത് ആ കൺസെപ്റ്റിൽ കൊണ്ട് ഞാൻ അവിടെ പോയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സുഹൃത്താണ് അത് ഇട്ടേക്കണം. ഇവിടെ ഒന്ന് പരിചയമുള്ള ഒരു ഹനീഫ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ആ കൺസെപ്റ്റ് ഇവിടെ ഒരു PUC ഇവിടെ ഇട്ടേക്കണം. ഈ അലനല്ലൂര് ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഓഫീസിന്റെ അവിടെ നിന്ന് ഒരു ഞങ്ങൾ തിരിഞ്ഞാലായി 2 ഷട്ടറൊക്കെ എടുത്ത് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറയൂർന്ന്, ഹനീഫിക്ക ഇത് ഇങ്ങനെ ഇരുന്ന് ചെയ്യേണ്ട ബിസിനസ് അല്ല, ഫീൽഡിൽ പോയി നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത്തിരി പ്രായം കൂടുതൽ, അദ്ദേഹം അതുപോലെ ഫീൽഡിൽ പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ സൽമാനിക്ക് ഏറ്റെടുക്കുന്ന എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ്, ഹനീഫിക്ക എന്റെ സുഹൃത്തുക്കളെ ഉണ്ടായിരുന്ന ഒരു ഫീൽഡാണ് ഈ നിങ്ങൾ ചെയ്യുന്ന കൺസെപ്റ്റ്. എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, ആദ്യം മുതൽ അറിയാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഞാൻ പഠിച്ച ഒരു കമ്പനിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോ അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, എന്തെങ്കിലും ചെറിയ വരുമാനത്തിൽ ഇപ്പോഴും ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. കമ്പനി ഇപ്പോഴും ഉണ്ട് കേട്ടാ, കമ്പനി എവിടെയും പോയിട്ടില്ല, പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്, എങ്ങും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ഷാജിദ് എന്ന് പറഞ്ഞു, ഞാൻ കോഴിക്കോട് പോയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇന്ന് സൗകര്യങ്ങളും കൂടി, അല്ലെ? ഇന്നിതില് എനിക്ക് തോന്നുന്നത് ഇതില് എത്രയുണ്ട്, 450 ആളുകൾ, 56 പേര്, അല്ലെ? അന്ന് നിങ്ങൾക്കറിയോ, ഞാൻ ഇത് സ്റ്റഡി ചെയ്യാൻ പോണ കോഴിക്കോട്, ഇവിടുന്ന് ബൈക്ക് ഓടിച്ചിട്ട് കോഴിക്കോട് പോയിട്ട് ബെൽനി സാറിന്റെ ഒരു ക്ലാസ്, അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ക്ലാസ് ഉണ്ട് സൽമാനിക്ക പോയി കേൾക്കുന്ന പറയുമ്പോൾ ബെൽനി സാർ, താമസിച്ചിട്ട് നമ്മുടെ ബെന്നി സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണ് എന്നെ വിട്ടേക്കണം. കോഴിക്കോട് പാളയത്ത് ഇവിടുന്ന് ബൈക്ക് ഓടിച്ച് ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോ ആ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയൊരു പഴയൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഞാനൊരു 6 വർഷം മുമ്പുള്ള കാര്യം പറയണം. ചെല്ലുമ്പോ എന്താ, അവിടെ ആകെ ബെന്നി സാറും ഉണ്ട്, ഒരു 10 ആളും ഉണ്ട്, അത്രേ ഉള്ളൂ. അന്നത്തെ MA ലൈഫിന്റെ കാര്യം പറയണം, അവസ്ഥ ഞാൻ പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് 436 പേരുണ്ട്, നിങ്ങളുടെ മുറ്റത്താണ് ഇന്ന് മീറ്റിംഗ് കിടക്കണം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അല്ലേ? ഇന്ന് രാവിലെ മൊബൈൽ എടുത്താൽ നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ് കേൾക്കാം, എല്ലാം അറിയാം, പഠിക്കാം, ആ സൗകര്യങ്ങളായി. ഞാൻ അന്ന് പോകുമ്പോ, അന്ന് ഇവിടുന്ന് എത്ര 2.5 മണിക്കൂർ വേണം. ഞാൻ ഇവിടുന്ന് ബൈക്ക് ഓടിച്ചു, അവിടെ ചെന്നു, ക്ലാസ് ചെന്നപ്പോ ആകെ 10 പേരേ ഉള്ളൂ. ബെന്നി സാറിനൊക്കെ പരിചയപ്പെട്ടു, ഇരുന്ന് കേട്ടു. അന്ന് എനിക്കൊരു സംഭവം സ്ട്രൈക്ക് ചെയ്തതെന്ന് പറയോ, ഇതൊരു എന്താ പറയുക, നിമിത്തം ഉണ്ടാ. കാരണം എനിക്കൊരു പ്രശ്നമുണ്ട്, ഗ്യാസ് നെഞ്ചരിച്ചിന്റെ ഒരു പ്രോബ്ലം. ഒരു പക്ഷെ എറണാകുളത്ത് ഞാൻ മാറി ഇവിടെ ഒന്ന് സെറ്റിൽ ആയതിന്റെ പ്രശ്നം ഇരിക്കുള്ളൂ, ഫുഡ് ചേഞ്ച് ആയല്ലോ അതിന്റെ ഇരിക്കുള്ളൂ. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ വാളംപുളി എനിക്ക് പറ്റുള്ളൂ, എറണാകുളത്ത് ഉണ്ട്. ഇവിടെ കുടംപുളിയാണ്. ഈ കുടംപുളി, സോറി കുടംപുളി അല്ല,
ഇവിടുത്തെ വാളംപുളി, അവിടെ കൊടംപുളി, തിരിഞ്ഞു വേണം, സോറി. കൊടംപുളി ആണ് എറണാകുളത്തൊക്കെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നപ്പോ വളംപുളി, ആ ഒരു ടേസ്റ്റ് ഇതൊക്കെ വന്നപ്പോ എനിക്കെന്തോ പറ്റിയില്ല. നെഞ്ചരിച്ചിൽ തുടങ്ങി, ഗ്യാസായി. അത് ഇങ്ങനെ എന്താ പറയാ, അന്ന് ഇംഗ്ലീഷ് മരുന്നിന്റെ വേറെ നിവൃത്തിയില്ല നമ്മള്, അല്ലെ? ഹോമശ്രീ പോലെയുള്ള ക്യാപ്സൂളൊക്കെ മേടിച്ച് കഴിക്കും. അത് അന്നേരത്തെ ഒരു ആശ്വാസം കിട്ടും. നിവൃത്തികേട് കൊണ്ട് കഴിച്ചു പോകും നമ്മൾ, അല്ലെ? കഴിക്കും, ആശ്വാസം കിട്ടും. അങ്ങനെ ഇത് പഠിച്ച് ആ ക്ലാസ്സിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ നമ്മുടെ ലിവേഗയിനെ കുറിച്ച് അവിടെ ക്ലാസ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാല് ആ ഒരു സിറപ്പ് തിരിച്ചു പോരുമ്പോ ഒരു 3 ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു. അത് അദ്ദേഹം പറഞ്ഞു 3 മാസം കോഴ്സ് ചെയ്യണമെന്ന് എന്തോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ കൊണ്ടുവന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ നെഞ്ചരിച്ചിൽ കൂടി കഴിച്ചിട്ട്. സ്വാഭാവികമായിട്ട് ഞാൻ നെഗറ്റീവ് ആകണം, അല്ലേ? നെഗറ്റീവ് ആണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ഇന്നും നമ്മൾ പറയുന്ന പോലെ തന്നെ അദ്ദേഹം എന്നോട് പറയുന്നു, ചിലപ്പോ ഒന്ന് കൂടിയിട്ട് കുറയുള്ളൂട്ടാന്ന് പറഞ്ഞിരുന്നു. വിശ്വസ്ത എടുത്തു, കഴിച്ചു. ഏകദേശം ഒരു 9 ബോട്ടിൽ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു 3 ബോട്ടിൽ കഴിഞ്ഞപ്പോൾ ആശ്വാസം തുടങ്ങി. അതായത് 1 മാസത്തിന് ആശ്വാസം തുടങ്ങി. നോർമലായി ഒരു 9 ബോട്ടിൽ കഴിഞ്ഞപ്പോൾ ഏകദേശം പക്ക. ഇന്ന് എനിക്ക് ആ പ്രശ്നമില്ല എന്റെ ലൈഫിൽ. അഥവാ ശരിക്കും പറഞ്ഞാൽ അത് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ഒരൊറ്റ കാര്യം ആ റിസൾട്ടാണ്. എന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കമ്പനികൾ വന്ന് ഇവിടെ ആയിക്കൊള്ളായി കിടക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പൊ എനിക്കൊരു വിശ്വാസമായി, ഇതൊരാളുടെ പറയാം, അല്ലെ? നമ്മളാരും വഴിയിൽ പിടിച്ചു നിർത്തൂല. ആ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു. ഇവിടെ അതേ അങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് ഈ സാധ്യത എന്നെ പറഞ്ഞിട്ട് ആളുടെ ഇതില് ഞാൻ രണ്ടെല്ലാം ഐഡിയ അടിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, റീറ്റെയിലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം എന്റെ സുഹൃത്തിന്റെ, എനിക്കന്ന് ഫണ്ടൊക്കെ, ഞാനിവിടെ സെറ്റിൽ ആയിരുന്ന ഫണ്ടൊന്നും എന്റെ ഇല്ല, പൈസ ഇല്ല. കടം മേടിച്ചുകൊണ്ട് ഞാൻ 1 ലക്ഷം രൂപ പ്രോഡക്റ്റ് കടം മേടിച്ചെടുത്തിട്ടാണ് റീറ്റെയിൽ ചെയ്യാൻ ഇറങ്ങിയത്. ആ കടമൊക്കെ വീട്ടി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീറ്റെയിലിംഗിലാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ വൈഫ് ഒരു തുന്നൽ ഫീൽഡിലാണ്, തുന്നൽ മേഖലയാണ്. ആള് തുന്നാനിരിക്കും, ഞാൻ അവിടെ പോയിരിക്കും. അന്നേരം പറഞ്ഞ യൂണിഫോം വീട്ടിലുണ്ടെങ്കിൽ അതിനത്ര വലിയ പണിയൊന്നും എനിക്കില്ല. പക്ഷെ മാർക്കറ്റിംഗ് ഞാൻ അവിടെ പോയിരിക്കും. വൈഫ് എനിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി, അന്ന് ഇവിടെ വന്ന് സെറ്റിൽ ആയപ്പോ എനിക്ക് വേറെ ഈ മാർക്കറ്റിംഗ് ഫീൽഡ് നിങ്ങൾക്ക് അറിയാലോ, വലിയ ശമ്പളം അങ്ങനെ ജോലിയൊന്നും കാര്യമായിട്ട് വരുമാനമില്ല. അപ്പൊ ഇതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മീറ്റിങ്ങിനൊക്കെ പോകാൻ പറ്റിയത്. ഫ്രീഡം ഉണ്ട്, ശമ്പളമൊന്നും ഇല്ലാത്ത, ശമ്പളം തന്നെ ജോലിയൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഈ വൈഫ് തുന്നി കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് 200 എനിക്ക് പെട്രോൾ അടിക്കാൻ തരും. അങ്ങനെയാണ് ഞാൻ തുടങ്ങണം, ശരിക്കും പറഞ്ഞ ഈ ബിസിനസ് തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഫീൽഡിലിറങ്ങി, പറയാൻ തുടങ്ങി. ഇത് അതാ ഞാൻ അന്നത്തെ കാലത്താണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. ഇവൻ ആരാണ്, എന്റെ നാട്ടിൽ, ഇപ്പോ വൈഫിന്റെ നാട്ടിൽ അവിടെ എല്ലാ ആളുകളും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇവനാരാ, ഡോക്ടറാണോ, മരുന്ന്, ഒരാൾ പോലും എനിക്ക് അവിടെ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ടില്ല കേട്ടോ. ആ ഏരിയ ഇതൊരു പഞ്ചായത്താണ്, ഒരാളും പ്രോഡക്റ്റ് മേടിച്ചില്ല. കാരണം ഇത് മരുന്ന് വിൽക്കാൻ, അല്ലെ, മരുന്നാന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഏറ്റെടുത്താ പിന്നെ അല്ലെ അറ്റം കണ്ടിട്ടേ തിരിച്ചു പോരുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് ഇന്നും നെഞ്ചിലേറ്റിക്കൊണ്ട് MI ലൈഫിൽ ഇത്രയും അടിയുറച്ച് നിൽക്കുന്നത്. പല ആളുകളും പല ആളുകളും വന്നിട്ട് ഓഫർ തന്നു, പല കമ്പനികളും വന്നു. ഇവിടെ ആയിരുന്നു തന്നെ, ഇവിടെ ഈ മണ്ണാർക്കാട് ഈ കലൈനലിലായപ്പോ തന്നെ എന്റെ ഈ ഓഫീസിൽ വന്നിട്ട്, ഇവിടെ വന്നിട്ട് പല കമ്പനികളും ഓഫർ തന്നു, മണി ചെയിൻ കമ്പനികളും വന്നു. ഞാൻ പറയാം, ഞാൻ അവരുടെ ഒറ്റ കാര്യം പറയില്ല, MI ലൈഫ് അല്ലാതെ ഒരു ബിസിനസ് ഞാൻ എന്റെ ലൈഫിൽ ചെയ്യില്ല. അത് തുറന്നു പറഞ്ഞ കാര്യം. നിങ്ങൾ മണി ചെയിൻ കമ്പനിക്കാർ വന്നപ്പോ ഞാൻ പറയുന്നത് അറിയോ, 2 കോടി രൂപ നിങ്ങൾ ഇവിടെ എന്റെ ഈ മേശപ്പുറത്ത് വെച്ചാലും ഞാൻ ഈ ബിസിനസ് ചെയ്യില്ല. ഞാൻ ഈ MI ലൈഫ് ഇല്ലാതെ ചെയ്യില്ല. കാരണം നമുക്കറിയാം, അത്യാവശ്യം മണി ചെയിനെ കുറിച്ച് അറിവുള്ളതിന്റെ പേരിൽ ഇവിടെ കുറെ ഉള്ളത് അധികം ചെയ്യുന്നത്. അപ്പോ ഈ ഒരു തീരുമാനമാണ് ഇന്നും MI ലൈഫിൽ, അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഓഫീസ്, നിങ്ങൾ ഈ ഒരു ഓഫീസ് എടുത്താൽ മതി. ഓഫീസ് എന്ന് പറയുമ്പോൾ ഓഫീസ് പോലെ തന്നെ സെറ്റ് ചെയ്തേക്കണ, പ്രോഡക്റ്റ് അപ്പുറത്ത് ഇത് ഞാൻ ഒരു മുറിയിലേക്ക് ഇരിക്കണം, എന്റെ അപ്പുറത്ത് ഒരു മുറിയുണ്ട്. 4 ഷട്ടർ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ മീറ്റിംഗ് ഇവിടെ നമ്മൾ കമ്പനി മീറ്റിംഗ് ആരംഭിച്ചാൽ 2 ഷട്ടർ ഒഴിവാക്കി. അന്ന് എനിക്ക് മീറ്റിംഗ്സ് ഹാളായിരുന്നത്, 2 ഷട്ടർ ഒഴിവാക്കിയതാണ്. ഇന്ന് ഈ 2 മുറി ഇന്ന് ഇവിടെ ഉണ്ട്. ഏകദേശം 6 വർഷമാണ് ഡേറ്റ് എടുത്തിട്ട്, സോറി ഈ ഓഫീസ് ഇട്ടോ, ഓഫീസ് ഇട്ട് 6 വർഷമായി. ഫുൾ ടൈമർ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് തുന്നലിങ് അത് മാറ്റി, പിന്നെ വൈഫ് നോക്കി നടത്തുന്നത്. ഇന്ന് വൈഫ് ZTC റാങ്കിലാണ്. ഈ വൈഫ് എങ്ങനെ ഇതില് ഏറ്റെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറയണ ആദ്യക്കെതിരായിരുന്നു, ഞാൻ പറയണ കേട്ട് 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 പഠിച്ച് ആൾക്ക് ഇതുണ്ടായിരുന്നു. തുന്നൽ ഫീൽഡിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്കറിയാലോ, അലർജി പ്രശ്നമുണ്ട്. ഇതിൽ അദ്ദേഹം, പുള്ളിക്കാരത്തി നമ്മുടെ കവചപ്രാശും ഇത് കഴിച്ചുകൊണ്ട്, കഫ് സിറപ്പ് ഇത് കഴിച്ചുകൊണ്ട്, പുള്ളിക്കാരത്തി മാറാലൊന്നും അടിക്കാൻ പറ്റില്ല. മാറലടിച്ചാൽ അപ്പൊ ശ്വാസം മുട്ടും, ചുമച്ച് ശ്വാസം മുട്ടലാവും. നേരെ എന്ത് ചെയ്യും, നമ്മുടെ കഫ് സിറപ്പ് എടുത്ത് 10 മില്ലി കഴിക്കും, നോർമലായി. അത്രേ ഉള്ളൂ. ഒരു ഡോക്ടറൊന്നും പോവില്ല, അതാണ് പരിപാടി. ഇങ്ങനെയാണ് പുള്ളിക്കാരത്ത് വിശ്വാസമാണ്. ഇത് അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇന്ന് ആളെ ZTC റാങ്കിലാണ്.
ഓക്കെ, ഞാൻ എന്റെ തൊട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാല്ലേ എപ്പോഴും ഞാൻ പറയാം എന്റെ തൊട്ട് പറയുന്നുണ്ട് പറയും. ഞാൻ STC, അത് പുള്ളിക്കാരത്തി ZTC ആണ്. അപ്പോ അന്ന് ഏറ്റെടുത്ത എനിക്ക് ഈ ബിസിനസ് തന്ന ആ വ്യക്തി ഇന്നില്ല. ഇതാണ് ഞാൻ പറയാൻ കാര്യം. നമ്മൾ ചാടരുത്. അത് ചാടുന്നത് അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടത്തെ കുറിച്ച് ഞാൻ പറയണ. എനിക്ക് ഈ ബിസിനസ് തന്നു, അദ്ദേഹം ഇന്ന് ട്രാവൽസ് ഫീൽഡിൽ നിന്നും വിട്ടു. അതിന് അദ്ദേഹം പെട്ടത് ഒരു മണി ചെയിൻ കമ്പനിയിലാണ്. എനിക്ക് ഈ ബിസിനസ് അദ്ദേഹം പോയിട്ട് മണി ചെയിൻ ചെയ്യും. ഒന്നാലോചിക്കും. ട്രേഡിങ് ചെയ്യും ആള്. ഏകദേശം ഇവിടെ ഈ ഏരിയയിൽ നിന്ന്, ഞാൻ ആദ്യമല്ലേ ആളുടെ പേരൊന്നും പറയാൻ പാടില്ല, ശരിയല്ലേ, തെറ്റാണ്. അപ്പൊ അദ്ദേഹം ഈ ഏരിയയിൽ നിന്ന്, ഈ അലനല്ലൂരിൽ നിന്ന്, വെട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 1-2 കോടി രൂപയോളം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നേരെ ആള് ഇപ്പോ നാട് വിടേണ്ടി വന്നു. ഇന്ന് സ്ഥലത്തില്ല. ഇന്ന് ദുബായിൽ എവിടെയുണ്ട് ആള്. വർഷങ്ങളായി പോയിട്ട്. ഞാനിതില് വന്നതിന് ശേഷം അദ്ദേഹം ഇതുപോലെ ബിസിനസ് അതിൽ വന്നിട്ട് നാട് വിടേണ്ട അവസ്ഥ വന്നു അദ്ദേഹത്തിന്. ഇതാണ് മണി ചേഞ്ച് ചെയ്താലുള്ള അവസ്ഥ. എനിക്ക് ഇന്ന് നാഥനില്ല. നാഥന്റെ കളരി എന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ. എന്നെ കൊണ്ടുവന്ന എന്റെ സീനിയർ ഇതിനകത്തില്ല, അല്ലെ എന്റെ ലീഡർ ഇല്ല. ഒറ്റക്ക് ഏറ്റെടുത്തിട്ട് പ്രതിബന്ധങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ബിസിനസ് ചെയ്താണ്. അന്ന് നിങ്ങൾക്കറിയാം, അന്ന് 13 പ്രോഡക്റ്റ് ഒക്കെ ഉള്ളൂ ആകെ കമ്പനിക്ക്. MI ലൈഫിൽ ഞങ്ങൾക്ക് നമുക്കുള്ളത് ഈ നമ്മുടെ ഈ കബ്സർഫ് പോലെ അല്ലെങ്കിൽ ലിവേഗൻ പോലെ 13 അത്രേ ഉള്ളൂ. 13 പ്രോഡക്റ്റ് ഉള്ളൂ. ഈ പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുമോ? അത് കിട്ടിയില്ല. ഇപ്പൊ ധാർമിസ്ഥാനൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ആ പ്രോഡക്റ്റ് കിട്ടില്ല. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എവിടെ പോകണമെന്ന് അറിയോ? കോയമ്പത്തൂർ പോകണം. ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോകണം. അന്ന് ഞാനും വൈഫും കൂടെ ബൈക്ക് എടുത്ത് പോയിട്ട് 2 ബാഗ് എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത്ര ഹൈറ്റില് 2 ബാഗ്, വൈഫിന്റെ 2 കാലയില് 2 ബാഗ് വേറെ ബാക്കില്, ഇങ്ങനെയാണ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വരാൻ പോയിട്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രോഡക്റ്റ് എടുക്കാൻ. ഒരു കബ്സർഫ് വാങ്ങി കോയമ്പത്തൂർ പോകണം, അല്ലെങ്കിൽ കർണാടകയിൽ പോകണം. ഈ കാലഘട്ടമാണ് MI ലൈഫ് ഏറ്റെടുക്കുന്നത്. അതാണ് പറയാൻ പ്രതിസന്ധി. ആർക്കും അറിയില്ല. പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്ത ആളെ ഞങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പ്രതിസന്ധി വരുമ്പോ തരണം ചെയ്യണം, അല്ലെങ്കിൽ പോയി പിടിച്ചേക്കണം. ഞാൻ പറയാല്ലേ, ഇതിലെ കേട്ട് ഇതിലെ വിടണം. അതാണ് ഞാൻ നേരത്തെ തുടങ്ങി പറഞ്ഞത്. ലീഡേഴ്സ് എന്ത് പറഞ്ഞോ അത് ഫോളോ ചെയ്യുക. നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരു ലീഡേഴ്സ് നിൽക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉള്ളവരുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ കൊണ്ടുവന്ന ആരാണോ, കാരണം അത് ഉടായിപ്പാണ്. അവര് അങ്ങനെയുള്ള ആളുണ്ടെങ്കിൽ അവര് വേറെ കൺസെപ്റ്റ് കണ്ടിട്ട് ചാടാൻ നിൽക്കുന്ന ആളായിരിക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളെ കൊണ്ടുവന്ന ആത്മാർത്ഥം നമ്മൾ നിൽക്കുന്ന ലീഡേഴ്സ് ആണോ, അവര് നിങ്ങളെ കൊണ്ടുവന്ന അയാളെ ഫോളോ ചെയ്യുക, ആ വ്യക്തിനെ ഫോളോ ചെയ്യുക. അദ്ദേഹം എന്ത് പറയുന്നോ അത് ഫോളോ ചെയ്യുക. ഒരു സംശയമില്ല, വിജയിക്കും. മാറി നിൽക്കരുത്. അദ്ദേഹം പറയുന്ന നാളെ നമുക്ക് മലപ്പുറം പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് ഒരു മീറ്റിങ്ങിൽ പോകണം, ഒന്ന് പോയി കേൾക്കുക, പഠിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ മീറ്റിങ്ങുകളും ഇതേപോലുള്ള ഈ സൂം മീറ്റിങ്ങും നമ്മുടെ ഗൂഗിൾ മീറ്റൊക്കെ അറ്റൻഡ് ചെയ്ത് മാക്സിമം അറിവുണ്ടാക്കിയെടുക്കുക. അറിവില്ലാതെ കാര്യമില്ല, അല്ലെ? പഠിക്കുക. അതാണ്, അറിവ് വേണം. എന്താണ് കമ്പനി, നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കണം, നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിക്കണം. അതിനേക്കാൾ ഉപരി ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്ത് വരുമാനം കിട്ടും അത് പഠിക്കണം. അവിടെയാണ് കമ്പാരിസൺ. ഞാൻ പറയാറില്ലേ, മറ്റ് കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്ത് നിങ്ങൾ പഠിക്കണം. അതൊരാളുടെ പറയാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ അല്ല, നമ്മൾ പഠിക്കണം. ഇന്ന് ഏത് കമ്പനിയും വരട്ടെ നമ്മുടെ മുമ്പിൽ, നമ്മളുടെ ബിസിനസ് പ്ലാൻ എടുത്തിട്ട് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു. MI ലൈഫിനെ വെല്ലാൻ ഒരു ബിസിനസ് പ്ലാൻ ഒരു കമ്പനിക്കും ഇല്ല കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചു പഠിക്കും. ഒരു കമ്പനിക്കില്ല. ഈ 10ഓളം വരുമാനങ്ങൾ എന്ന ഒരു കമ്പനി പലരും പറയുന്നല്ലാതെ എവിടെ കിട്ടിയേക്കണം? നമ്മുടെ കമ്പനിയിൽ എത്ര പേരെ കാണിക്കാം? 2,10,000 രൂപ വാങ്ങിക്കുന്ന 100 കണക്കിന് ആളുകളാണ്, അല്ലെ? നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളത്. ഇത് മറ്റു കമ്പനികൾ പറയുന്നുള്ളൂ. എനിക്കറിയാം, 25 വർഷം ഒരു കമ്പനിയിൽ 25 വർഷം വർക്ക് ചെയ്തിട്ട് അദ്ദേഹം കിട്ടിയ 10 ലക്ഷം രൂപയാണ് ഒരു മാസം. 25 വർഷമായി ഇപ്പോഴും ഉണ്ടാ കമ്പനി നമ്മുടെ നാട്ടിൽ. ആകെ ഒരു മാസം മേടിക്കണം 10 ലക്ഷം രൂപ. 25 വർഷമായി അദ്ദേഹം. അപ്പൊ 25 വർഷം മുമ്പുള്ളത് ആലോചിച്ച് നോക്കിയേ. ഏതാണ് കമ്പനി? ഞാൻ അന്ന് പഠിച്ചു പോകുന്നതാണ് എറണാകുളത്ത്. ആ കമ്പനിയിൽ ഇപ്പോഴും അദ്ദേഹം ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ആ കമ്പനി വിട്ടേണ്ടി വന്നു. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം വിട്ടതിന്റെ പുറത്തൊരു കഥയുണ്ട്. അദ്ദേഹം നോക്കുമ്പോ MI ലൈഫിൽ ആഴ്ചയിൽ 2,10,000 വാങ്ങിക്കുന്നത് ഒരുപാട് ആളുകൾ. അതും 1 വർഷം 3 വർഷം കൊണ്ടൊക്കെ സീലിംഗ് ആണ് പലരും. ഒരാഴ്ചയിൽ 2,10,000 നമ്മുടെ MI ലൈഫിൽ 1 വർഷവും 3 വർഷവും കൊണ്ടൊക്കെ പെട്ടെന്ന് സീലിംഗ് അച്ചീവറായി വരുമാനം വാങ്ങിക്കുന്നത് അദ്ദേഹം നോക്കുമ്പോ. അദ്ദേഹം 25 വർഷം വർക്ക് ആ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥത ചെയ്ത് കിട്ടണം. ഒരു മാസം കിട്ടുന്നത് 10 ലക്ഷം രൂപ. റിസൈൻ ചെയ്തു, ആള് വിട്ടു, അടുത്ത കമ്പനിയിലേക്ക് പോയി. അപ്പോഴും അദ്ദേഹം MI ലൈഫിലോട്ട് വന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു ഈഗോ MI ലൈഫിലോട്ട് വന്നില്ല അദ്ദേഹം. കണ്ടോ? അതും പോയിട്ട് വേറൊരു വിദേശ കമ്പനിയുടെ ഇതിൽ പോയിട്ട് ജോയിൻ ചെയ്തു. അവർ ഓഫർ കൊടുത്തിട്ടുണ്ടാവും, വലിയ ലീഡർ അല്ലേ, കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പോയി, അതോടെ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MI ലൈഫിന്റെ മാനേജ്മെന്റിനെ പഠിക്കണം അല്ലെ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് പഠിക്കേണ്ടത്. നമ്മുടെ മാനേജ്മെന്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തില്ല അവന്റെ മാനേജ്മെന്റ് അല്ലോ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ മാനേജ്മെന്റ്. അത് നിങ്ങൾക്കറിയാം. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി. നോമിനേഷൻ ഇന്ന് ഇന്ത്യയിൽ നമ്മളെ കോമ്പറ്റ് ചെയ്തുള്ള ഒരു കമ്പനി ഉണ്ട്. ഞാൻ കോമ്പറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ രക്ഷയൊന്നുമില്ല, എവിടെയും നെഗറ്റീവാണ്. ഏകദേശം ഒരു 38 കേസോളം അവർ ആ കമ്പനിയുടെ പേരിലുണ്ട്. പക്ഷെ നമ്മളെ കോമ്പറ്റ് ചെയ്യുന്നതാണ്. ആയിഷ അപ്രൂവുള്ള പ്രോഡക്റ്റും ഉണ്ട് അവർക്ക്. അത് നമ്മളെ പോലെ അവർക്കൊരു എനിക്ക് തോന്നുന്നത് 5-6 പ്രോഡക്റ്റ് അവർക്കേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മളെ പോലെ 25-27 പ്രോഡക്റ്റ് ആയിഷ അപ്രൂവുള്ള പ്രോഡക്റ്റ് ഒന്നും ഒരാൾക്കും ഇല്ല ഇന്ത്യയിൽ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇല്ല. ഇവിടെ ആ കമ്പനി, നമ്മളെ കമ്പനി ആ കമ്പനി വരെ നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കാത്ത കമ്പനിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പേര് പറയുന്നതല്ല, പേര് പറഞ്ഞാൽ പേര് പറയുമ്പോഴാണ് എനിക്ക് ആവേശം കൂടുന്നത്. ഓരോ കമ്പനിയെ കുറിച്ച് പേര് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശവും, കുറ്റം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ, ചൂഷണോടെ ജനങ്ങളെ മുഴുവൻ ചൂഷണമാണ്. അതുകൊണ്ടാണ് കുറ്റം പറയാം, അല്ലാതെ ഞാൻ ഒരിക്കലും അതുകൊണ്ട് കുറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മുമ്പേ പറയുന്നുണ്ട് അല്ലെ, ഏതൊരു മീറ്റിംഗിലും ബുറുസാദ് ഉള്ള ഒരു മീറ്റിംഗ് ഞാൻ അറിയാതെ പറഞ്ഞിട്ടുണ്ട്. കുറെ കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കം പോലെ 89-ന് ശേഷമുള്ള കമ്പനിയുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു, പറയാനൊക്കെ ഒരു ഇതുണ്ട്. കാരണം നമ്മളെ വെല്ലാൻ ഇല്ലാരും, അതുകൊണ്ടാ പറയണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. MI ലൈഫിനെ വെല്ലാൻ MI ലൈഫ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കമ്പനിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഓഫീസിൽ നിന്ന് 5 വർഷമായിട്ട് പൂട്ടാതെ, 5 വർഷം കഴിഞ്ഞ് പൂട്ടാതെ ഇപ്പോഴും ഈ ഓഫീസിൽ ഇരിക്കാൻ പറ്റുന്നത്. ആ കമ്പനിയുടെ പവറാണ്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പവറാണ് എന്നെ ഇന്ന് ഇവിടെ ഇരുത്തണം. എന്റെ ചുറ്റോട്ട് വന്ന പല കമ്പനികളുടെ ഓഫീസ് പൂട്ടിക്കെട്ടിപ്പോയി. 6 മാസം കൊണ്ട് പൂട്ടിക്കെട്ടിപ്പോയ കമ്പനികൾ, പ്രോഡക്റ്റ് ബേസ്ഡ് ആയ കമ്പനികൾ, ലീഗലായ കമ്പനികൾ. എന്തുകൊണ്ട് പോയി? അവിടെയാണ് നമ്മൾ ബിസിനസ് പ്ലാൻ പഠിക്കേണ്ടത് കേട്ടോ. വരുമാനം മുഖ്യമാണ്. വരുമാനം ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഇല്ലേ? നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് ഓക്കെ, നോമിനേഷൻ ഫെസിലിറ്റി ഓക്കെ, പ്രോഡക്റ്റ് ഓക്കെ. ഇനി നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലീഡേഴ്സിനെ ഫോളോ ചെയ്യും, പഠിക്കാൻ തയ്യാറ്, അറിവ് വേണം. അറിവില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല ഇതിനകത്ത്. എന്തൊക്കെയോ അല്ലെങ്കിൽ കുട്ടി കിട്ടും. ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു 10 പേരെ ഒറ്റക്ക് പോയി കണ്ടു നോക്കിയേ, നിങ്ങൾ കൊട്ട് കിട്ടും. കൊട്ട് കിട്ടുന്ന എറണാകുളം ഭാഷയുടെ, അതായത് കുറ്റം പറയും അല്ലെങ്കിൽ നെഗറ്റീവ് പറയും. നിങ്ങൾ വേണമെങ്കിൽ മാങ്ങാത്തൊലി പണി എന്ന് പറയും, വലിച്ചെറിഞ്ഞ് കളഞ്ഞ് പണി പിറ്റേ ദിവസം നിർത്തും. 10 പേരെ ഒറ്റക്ക് പോയി കണ്ടുപോയി. പുതിയ ആളുകളോടുണ്ടോ പറഞ്ഞ, ലീഡേഴ്സിനോടല്ല അല്ലേ? കൊട്ട് കിട്ടും. ഇപ്പോഴും നിങ്ങൾ നെഗറ്റീവ് ആക്കും. നമ്മുടെ മലയാളിയുടെ പൊതുവെയുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ് അല്ലേ? അത് ഒരാൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ പഠിക്കാൻ തയ്യാറാവില്ല, ആദ്യം അതിനെ നെഗറ്റീവ് പറഞ്ഞ് വിമർശിക്കാൻ തയ്യാറാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ പറയാൻ നല്ല കാര്യമാണ്, എന്നാ നിങ്ങളൊന്ന് പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ സൽമാൻ എന്ന് പറയൂ? ഇല്ല. നമ്മള് അയാളുടെ കുറെ 10 പ്രാവശ്യം പറഞ്ഞു എന്നല്ലേ കുറെ നടന്നാലും ഉൾക്കൊള്ളാൻ തയ്യാറാവൂല. ഇതാണ് ഇപ്പോഴും സമൂഹം. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ വെല്ലാനായിട്ട് ഒരു പ്രോഡക്റ്റ് ഉള്ള കമ്പനി വേറെ ഇല്ല. അത് നമ്മുടെ പാരമ്പര്യം, 5000 വർഷം പഴക്കമുള്ള അതേ ചികിത്സാ രീതി. ഒരു ഡോക്ടർ വേണ്ട, അതല്ലേ നീവിനാരെ ഡോക്ടർ ചോദിച്ചപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്തതല്ലേ. എന്റെ ഭാര്യനെ വൈദ്യര് പോകണമെന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുണ്ട് ഈ ഓഫീസിന് തൊട്ട് താഴെ തന്നെ. ഇവിടെ നിന്ന് കാണാം, ആളെ എപ്പോഴൊക്കെ ഇവിടെ കാണാം. ഇപ്പൊ സ്ഥലം തരും, ആ പുള്ളി എന്നെ കണ്ട സ്ഥലം തരും. അപ്പൊ മനസ്സിലായി നമ്മൾ അങ്ങനെ കുലുങ്ങന ആളൊന്നും അല്ലെന്ന് മനസ്സിലായി കളിയാക്കിയാല്. ഇതാണ് നമ്മൾ നെഞ്ചു വിരിച്ച് കാണിച്ചു കൊടുക്കണം പ്രതിസന്ധികൾ വരുമ്പോ. അത് കാണിച്ച് വിജയിച്ച്, അതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം ഒന്ന് പെയിൻ എടുക്കണം. പെയിൻ എടുക്കാതെ നേടാൻ പറ്റില്ല. ഞാനൊക്കെ അത്രയും പെയിൻ എടുത്തിട്ടുണ്ട് ലൈഫിൽ, അത്രയും പെയിൻ എടുത്തിട്ടുണ്ട്. കാരണം കളിയാക്കലും എന്നുവെച്ചാൽ ഒന്നാമത് ഞാൻ വന്ന് സെറ്റിലായ നാട് എന്റെ നാടുമല്ല. എന്റെ നാടുമല്ലാത്ത ആ നാട്ടിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഇന്ന് വിജയിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെയും പരിചയമില്ല, കണ്ട് പരിചയപ്പെട്ട് ബിസിനസ് എടുക്കുന്ന ആളാണ് ഇപ്പോഴും. ആ രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് ഈ രീതിയിൽ എനിക്ക് ഒരു ഓഫീസ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഈ വരെയൊക്കെ ഇടയിൽ നിന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അത് എന്റെ ഒരു തീരുമാനമാണ്. അതാണ് ഞാൻ ആദ്യം പെയിൻ എടുത്തു, ഇപ്പൊ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്, നേടുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ. അന്ന് ആ പെയിൻ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കില്ല. മറ്റ് കൺസെപ്റ്റോട് കൂട്ടിക്കെട്ടി പോലെ ഞാനും കൂട്ടിക്കെട്ടി പോകേണ്ടി വന്നാൽ. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കും ഇതെന്താണ്. നിങ്ങൾക്കൊരു കാര്യം, ഇവിടെ ഇന്ന് എന്നെ കളിയാക്കിയ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെ ആളുകൾ എന്നെ പുച്ഛിച്ചേർന്ന് വെച്ച ആളുകൾ. ഇവിടുത്തെ എത്ര പേരുണ്ടോ, ഇവിടെ ചുറ്റും മെഡിക്കൽ ഷോപ്പ് ഒരുപാടുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ഒരുപാടുള്ള ഏരിയയാണ് ഈ പഞ്ചായത്തിൽ. ഈ മെഡിക്കൽ ഷോപ്പിലെ ആളുകൾ വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്നത്തെ അവസ്ഥ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമ്മളെ കളിയാക്കുന്ന ആൾ അങ്ങനെ ഇതിലെ കെട്ടിയിലെ വിട്ടേക്കുക, നാളെ ഒരിക്കൽ അത് വരും. അതായത് അന്ന് കളിയാക്കിയ ആ മെഡിക്കൽ ഷോപ്പിലെ ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഈ ബിസിനസ്സിൽ ATC റാങ്കിലുള്ള ആളുണ്ട്. മെഡിക്കൽ ഷോപ്പിലെ ആള് നമ്മുടെ MI ലൈഫിൽ വന്നു, തിരിച്ചു വന്നു.
ഇവിടെ ഷോപ്പ് നടത്തുന്ന ആളുകൾ അവരിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നത് വേറെ ടീമിലാണ് ചോദിച്ചത്. നമ്മുടെ കൂടെ ചെയ്യില്ല കേട്ടോ, കാരണം അവർക്ക് ശമ്പലുണ്ട്. എന്റെ മുമ്പിൽ വരാൻ മടിയാണ്. വേറെ പാലക്കാട് ഗ്രൂപ്പിലൊക്കെ പോയിട്ട് MA ലൈഫ് ചെയ്യുന്നു. പേര് പറഞ്ഞ എല്ലാം പറയേണ്ട ഒരാളുടെ പേരൊക്കെ ഓരോരുത്തരാ. എനിക്ക് എല്ലാവരും പേരറിയാം. ഇന്ന് ഭയങ്കര കാര്യങ്ങളൊന്നും എന്നെ കാണുമ്പോ സൽമാനിക്ക എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഞാൻ കുറെ മോട്ടിവേഷൻ കൊടുക്കും. എന്റെ ടീമല്ല, പക്ഷെ ഞാൻ MA ലൈഫിന് അവിടെ ഒരു കുറ്റം കാണില്ല. അയാളെ ഒരു ഇതായിട്ട് കാണൂല. അയ്യോ ഇയാൾ എന്നെ പണ്ട് കളിയാക്കിയല്ലേ, രണ്ടര പൊട്ടിക്കണമെന്ന് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. നേരെ MA ലൈഫിന് കുറച്ചും മോട്ടിവേഷൻ കൂടെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. വേറെ എന്നെ ഭയങ്കര കാര്യം. അങ്ങനെ പറഞ്ഞ ആൾക്ക് ഇന്ന് MA ലൈഫിലുണ്ട്. ഇതാണ് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി. 50,000 പ്രോഡക്റ്റ് എടുത്ത് മെഡിക്കൽ ഷോപ്പിൽ വെച്ച് വിൽക്കുന്ന ആളുണ്ട്, ഒരു മെഡിക്കൽ ഷോപ്പ്. അതിന്റെ അപ്പുറത്ത് 2 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്ന ആളുണ്ട്. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ. അതാണ് നമ്മൾ ഈ ആയുഷ് വെൽനസ് ഇട്ട് കാണിച്ചു കൊടുത്തു. നമ്മള് ചങ്കൂറ്റം നേടി കാണിച്ചു കൊടുത്തു, നിലനിർത്തി കാണിച്ചു കൊടുത്തു. ഇവിടെ ഉള്ള ആള് നിങ്ങൾ അങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തിരി പെയിനൊക്കെ എടുത്തോ, നല്ല കാര്യമാണ്. ആ പെയിൻ എടുത്തിട്ട് നമ്മൾ നേടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു സുഖം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. സാമ്പത്തികം അതാണ്, അത് നമ്മൾ മുഖ്യമാണ്. വരുമാന മാർഗം അത് നിങ്ങൾ പഠിക്കുക. ഞാൻ 10ഓളം വരുമാനങ്ങൾ ഇന്ന് MA ലൈഫിൽ കിട്ടുന്ന പോലെ ഇത്ര ആ വരുമാനങ്ങൾ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഇത് ഇതിലുള്ള കുഴപ്പമൊന്നും അറിയാം. നമ്മൾ ഇത് റീറ്റെയിൽ വിൽക്കണോ, അയ്യോ ഇത് വിറ്റ് കിടക്കണ്ടേ. ചില പുതിയതായിട്ട് തന്നെ ആൾക്കൊരു ചിന്താഗതി ഉണ്ടാവും, ഇത് വിറ്റ് കിടക്കണ്ടേ, അങ്ങനെ വിൽക്കാൻ എനിക്ക് പറ്റൂല എന്നുള്ള. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, വിറ്റ് നടക്കല്, ഞാൻ പറയാം വിറ്റ് നടക്കുക, അതാണ് എക്സ്പീരിയൻസ്. ഞാൻ വിറ്റ് കിടന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും എന്താ പറയാ വിജയം ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പോഴും ഞാൻ വിൽക്കും, എനിക്ക് ഇഷ്ടമാണ് വിൽപ്പന. STC റാങ്കിൽ ഞാൻ ബാഗും തൂക്കി റീറ്റെയിൽ വെക്കും. ഞാൻ ഇപ്പോഴും വെക്കും. കഴിഞ്ഞ ദിവസം അട്ടപ്പാടി കയറി ബിസിനസ്, നമ്മുടെ ടീമിന് ബിസിനസ് ക്ലാസ് ഒക്കെ കൊടുത്ത് തിരിച്ചു വന്നു. ഞാൻ റീറ്റെയിൽ വിറ്റു, വിറ്റുണ്ട്. എന്റെ വൈഫും വിറ്റു അവിടെ ഇരുന്ന്. 2 ഊണി ഹീലിംഗ് താനെ പറഞ്ഞ 2 ഊണി ഹീലിംഗ് മേടിച്ചു. നമ്മൾ വിൽപ്പനക്കാരനാകുക. എന്താ ഗുണമെന്നറിയോ, ആ വിൽക്കുന്നതിന്റെ ഇടക്ക് നിങ്ങൾക്ക് ഇതിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ ഇഷ്ടം പോലെ കിട്ടും. ചിലവർ എനിക്ക് 2 പേരെ കൊണ്ടുവരണ്ടേ, കിട്ടുമോ, ഇവിടുന്ന് അറിഞ്ഞു പോകൂലേ. ഇത് നിറഞ്ഞൊന്നും പോകുന്നില്ല. കാരണം ഞാൻ ആ കാര്യത്തിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. 5.5 ലക്ഷം പേരാണ് SSLC കഴിഞ്ഞ് ഓരോ വർഷം പുറത്തിറങ്ങുന്നത്. ശ്രദ്ധയുണ്ടെങ്കിൽ അത്രയും തന്നെ കുട്ടികളാണ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അപ്പൊ എത്രയും 10 ലക്ഷം പേര് ഒരു വർഷം പുറത്തിറങ്ങുന്ന ആളുകളാണ്. മറ്റ് ഡിഗ്രികളൊക്കെ വേറെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർക്കൊക്കെ സർക്കാർ ജോലി കൊടുക്കും. ഇത്രയും ചേർത്ത് ഞാൻ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാൻ കിട്ടിയില്ല അല്ലെ. വിരലെണ്ണാവുന്ന കുറച്ച് ആളുകൾക്ക് കിട്ടും. ഇപ്പൊ കിട്ടിയവരൊക്കെ ആണെങ്കിൽ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ല. നിങ്ങളിപ്പോ ഈ അടുത്ത കോറോ ഹെൽത്ത് എന്തൊരു കമ്പനിയുടെ, പ്രൈവറ്റ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കേട്ടല്ലേ പിരിച്ചു വിട്ടത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് എവിടെ ജോലി കിട്ടാനാ? ഭാവിയിലും ഡയസെല്ലിംഗ് തന്നെ ഇവിടെ കമ്പനി, അല്ലാതെ ഒന്നും ഒരു സ്ഥലത്ത് പോലും വരാരും നിങ്ങളുടെ മുമ്പിൽ വരും. ഇവിടെ അവർ വരാതെ എവിടെ പോകാനാ? ഇവരെല്ലാരും നമ്മളുടെ അടുത്ത് വരും. അതാണ് ഞാൻ പറഞ്ഞത്, നിറഞ്ഞു പോകൂല. ആളെ പിടിക്കണ പണിയൊന്നുമല്ല. ചോദിച്ചു വരുന്നൊരു കാലഘട്ടം, MA ലൈഫിൽ ചോദിച്ചു വരുന്നൊരു കാലഘട്ടം വന്നില്ലേ. നമ്മുടെ ഏരിയയിൽ, എന്റെ ഏരിയയിലൊക്കെ വന്നില്ലേ, ബിസിനസ് ചെയ്യാൻ തുടങ്ങിയില്ലേ, കണ്ടില്ലേ, എന്നെ കളിയാക്കിയുള്ള വന്നില്ലേ, വരും. നമ്മള് ചങ്കൂറ്റം, നമ്മള് കളിയാക്കി ഇതിലൊക്കെ വിടാനുള്ള ചങ്കൂറ്റം വേണം. വലിച്ചെറിഞ്ഞ് കളയരുത്. ഞാൻ വിടാതെ പിടിക്കണമെന്ന് പറഞ്ഞ കാര്യമാണ്. MA ലൈഫ് വിടാതെ പിടിക്കണം. പ്രതിസന്ധികൾ തരണം ചെയ്യണം, വേദന അനുഭവിക്കണം. എന്നാലേ ഇതില് നല്ലൊരു ലീഡർഷിപ്പിൽ വിജയിച്ചു വരാൻ പറ്റുള്ളൂ. അന്നേരം പറയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ഏത് പോലീസുകാരനോട് പറയാം അല്ലേ? MA ലൈഫ് ഏത് പോലീസുകാരനോട് പറയാം. കോവിഡ് വന്നപ്പോ ഈ ഓഫീസ് തുറന്നിരുന്ന ആളാണ് ഞാൻ. ഇവിടെ എല്ലാ കടകളും ഷോപ്പും വെട്ടിക്കട വരെ അടിച്ചു കൂട്ടി കെട്ടി. കോവിഡ് സമയത്ത് 19, നിങ്ങൾക്കറിയാലോ, 19 ശേഷം. 19 ഇവിടെ ഈ പഞ്ചായത്ത് മൊത്തം അടിച്ചു കൂട്ടി, ഒരു ഈച്ച പോലും ഇല്ല. ഞാനും മെഡിക്കൽ ഷോപ്പുകാരും മാത്രമേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ ഷോപ്പ് അല്ലല്ലോ, എന്തുകൊണ്ട് ഞാൻ തുറന്നിരുന്നു? അതാണ് ആയുഷ് മന്ത്രാലയത്തിന്റെ പവർ. നിങ്ങൾക്കറിയാവോ ആയുഷ് അപ്രൂവലിന്റെ പവർ? അവിടെ പ്രീമിയം ക്വാളിറ്റി അപ്രൂവൽ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പോലീസുകാരൻ ഇതിനകത്തോട്ട് കയറിയില്ല. ആ സമയത്ത് ഞാൻ കവചപ്രാവശ്യം കൊണ്ട് ഫീൽഡിൽ പോയി. ബൈജു സാർ അവിടെ നിന്ന് പോന്നു, എന്റെ സീനിയർ ബൈജു സാർ കോഴിക്കോട് നിന്ന് പോന്നു. 10 സ്ഥലത്ത് ചെക്കിംഗ് ആവും. നേരെ കാണിച്ചു കൊടുക്കും, ഞങ്ങൾ പ്രതിരോധശേഷിക്കുള്ള പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. ആയുഷ് മന്ത്രാലയത്തിന്റെ അപ്രൂവൽ എന്ന് പറയുമ്പോൾ പോലീസുകാർ വിടും, തടയില്ല. പറഞ്ഞു വിട്ടേ. എന്റെ അനുഭവം പറഞ്ഞത് ബൈസാറിന്റെ അനുഭവം. ബൈസാറിന് 4-5 സ്ഥലത്തേക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നു, കോഴിക്കോട് ഇവിടെ നേരത്തെ. ഇതാണ് പവർ. ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും. വലിച്ചെറിഞ്ഞ് കളയണം, എന്നിട്ട് നേടണം. അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുക. തീരുമാനം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ഇപ്പൊ അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യയിലെ നമ്പർ 1 കമ്പനി ആയിക്കൊണ്ടിരിക്കുന്നത്.
അതെ, ഒരു സംശയവും വേണ്ട. ഒറ്റ കാര്യം പറയട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്നാണ് എന്റെ അറിവ്. 2 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇവിടെ എല്ലാം ലീഡേഴ്സ് അറിയാൻ പറ്റും എന്തെന്നാണ് എന്റെ അറിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം വരെ ഈ ബിസിനസ് ചെയ്യും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചെയ്താലെന്താ? ആരെ കളിയാക്കാൻ പറ്റാ? സ്റ്റാൻഡേർഡ് ആണ് ബിസിനസ്, വരാൻ പോണേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 2030 കഴിയട്ടെ, ഇപ്പൊ നമുക്ക് 100-150 പ്രോഡക്റ്റ് ഉള്ളൂ. ഈ വർഷം 50ഓളം പ്രോഡക്റ്റ് പുതിയത് വരുന്നുണ്ട് അല്ലെ, 150ഓളം പ്രോഡക്റ്റ്, 1000 പ്രോഡക്റ്റിലേക്ക് വരാൻ പോണ കമ്പനി. ആ ഒരു അവസരമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ. അതായത് ഉപ്പോട്ട് കർപ്പൂരം വരെ ആ രീതിയിൽ കമ്പനി മാറാൻ പോണേ. ഇവിടെ പല കമ്പനി നമ്മുടെ മുമ്പിൽ അവകാശമില്ല, ഞങ്ങൾക്ക് 2500 പ്രോഡക്റ്റ് ഉണ്ട്. എന്നിട്ട് എന്തായി? താഴോട്ട് പോയില്ലേ? ബിസിനസ് എല്ലാം താഴോട്ടാണ് വരാ. നമ്മളുടെ ബിസിനസ് എങ്ങോട്ട് പോണ? ഗ്രോത്ത് മുകളിലോട്ടാണ്, താഴോട്ടല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 12,000 കോടി വിറ്റുവരെ വായിക്കാൻ വയ്ക്കും അല്ലെ. ഹിന്ദുസ്ഥാൻ ലിവറിന് ഓവർടേക്ക് അപ്പുറത്തേക്ക് എത്തി. ആലോചിക്ക്, ഇന്ത്യയിലെ കുത്തക വിമൻ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ആ കമ്പനി വരെ ഓവർടേക്കുന്ന അവസ്ഥയിലേക്ക് പോണ കമ്പനി ഗ്രോത്ത് അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി, അത് ഇന്ന് ഏഷ്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, ലോകത്തെ നമ്പർ 1 കമ്പനി ആയിട്ട് മാറാൻ അധികാരമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കമ്പനിയാണ് നമ്മളെല്ലാം ബന്ധപ്പെട്ടത്. അതായത് ഡൊണാൾഡ് ട്രംപിന് 2 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന മിസൈലിനേക്കാളും വലിയ മിസൈലാണ് നമ്മളുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ. ഞാൻ മിസൈൽ എന്നാ പറയാറ്, 95 അല്ലെ, കവചപ്രാശി, യൂറിഫ്ലഷ്, ഇതൊന്നും ലോകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒമാനിന്ന് ഡോക്ടർ കുറിച്ചത് യൂറിഫ്ലഷ് കുറിച്ചത്. ഒമാനിലെ ഡോക്ടർ കുറിച്ചത് നമ്മുടെ യൂറിഫ്ലഷ്. ഒന്ന് ആലോചിക്ക്, ഇതാണ് ഇത് നിങ്ങളുടെ പവർ ഉണ്ടല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടിയ എന്താ പറയാ, ആയുധത്തിന്റെ ശക്തി, അതായത് ഈ പ്രോഡക്റ്റിന്റെ ശക്തി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കളിയാക്കുന്നതും. അത് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു കാലഘട്ടം വരും, ഒരു സംശയമില്ല. അതിന് തെളിവാണ് ഞങ്ങളൊക്കെ. ആ ഒരു വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത്, അതായത് ലോകത്തെ നമ്പർ 1 കമ്പനിയായി മാറാൻ പോകുന്ന ആ സമയത്ത് ഒരു 5 വർഷം കൂടെ കഴിയട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. പുതിയ ആളോ പറയണം, വെയിറ്റ് ചെയ്യും. നിങ്ങളിപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. ഒരു 5 വർഷം കൂടെ കഴിയട്ടെ. പോണവരൊക്കെ പോട്ടെ അല്ലെ, ഇക്കരയ്ക്ക് അക്കരെ പറ്റിയെന്ന് പറഞ്ഞ് പോണവരെ പോട്ടെ, വിട്ടുകളാ. നാളെ അവരും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരും. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിടാതെ പിടിച്ചോ. വിടാതെ പിടിക്കുന്നത് എപ്പോഴും പറഞ്ഞാൽ വിടാതെ പിടിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാ അനുഗ്രഹവും ദൈവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും